നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 പഹൽഗാമിൽ ആക്രമണമുണ്ടായത്. ഭീകരാക്രമണത്തിൽ മരിച്ച 29 പേരിൽ 26 പേരെ തിരിച്ചറിഞ്ഞു. ശ്രീനഗറിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും തുടങ്ങി. കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഗുജറാത്തിൽ നിന്നും 3 പേർ, കർണാടകയിൽ നിന്ന് 3 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് 6 പേർ, ബംഗാളിൽ നിന്ന് 2 പേർ, ആന്ധ്രയിൽ നിന്ന് ഒരാൾ, കേരളത്തിൽ നിന്ന് ഒരാൾ, UP, ഒഡീഷ, ബീഹാർ, ചണ്ഡീഗഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, കശ്മീർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഓരോരുത്തരുമാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത്. നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചു. ശ്രീനഗറിൽ എത്തിച്ച മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്ത് തോട്ടം ചോലയിൽ 76 വയസ്സുള്ള അമ്മിണി, അനുജത്തി 68 വയസ്സുള്ള ശാന്ത എന്നിവരെയാണ് ഈ മാസം 20 മുതൽ കാണാതായത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10-നും 11-നും ഇടയിൽ ഇരുവരും ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്നും കോയമ്പത്തൂരെത്തി തിരുപ്പതിയിലേക്ക് പോയതായും കണ്ടെത്തി. ചാലിശ്ശേരി പോലീസ് സംഘം തിരുപ്പതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്നും കണ്ടെത്തിയത്. ചാലിശ്ശേരി SHO കുമാർ, സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, DYSP ക്രൈം സ്ക്വാഡ് അംഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ റഷീദ്, ജിതിൻ ബാബു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജലസംഭരണിയുടെ നിർമ്മാണം ആരംഭിച്ചു. 4 കോടി രൂപ ചെലവിലാണ് ജലസംഭരണി നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വേനൽക്കാലത്ത് നേരിടുന്ന വരൾച്ച പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. നെല്ല് കൃഷി, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും തടസ്സമായ സാഹചര്യത്തിലാണ് ജലസേചനം ഉറപ്പുവരുത്തുന്നതിന് കുളം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. കടുത്ത വേനലിലും കേന്ദ്രത്തിലെ പ്രവർത്തികൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിനായി 2 ഏക്കർ വിസ്തൃതിയിലുള്ള കുളമാണ് നിർമ്മിക്കുന്നത്. 4 കോടി രൂപയാണ് ചിലവിടുന്നത്. മുഹമ്മദ് മുഹസിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇറിഗേഷൻ പദ്ധതികൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇവിടുത്തെ റിസർച്ച്, ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു ജലസംഭരണി, ഒരു അത്യാവശ്യം വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇത് റിസർച്ചിന് ഏറെ പ്രയോജനപ്പെടും. പരിസരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കുടിവെള്ളം അടക്കമുള്ള ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ 4 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനുവേണ്ടി വകയിരുത്തിയിരുന്നു. ആ 4 കോടി രൂപയുടെ മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണമാണ് ഇന്ന് ആരംഭിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് യാഥാർത്ഥ്യമായാൽ ഒരു അത്യാവശ്യം ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ തടാകം പോലെ വരുന്ന ഈ വലിയൊരു കുളം യാഥാർത്ഥ്യമാകുന്നത്. ഇതിന്റെ കൂടെ ഇറിഗേഷൻ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് RIRS കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ റിസർച്ചിനും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ വലിയ സാധ്യത ഉണ്ടാവുകയും ഫാം ടൂറിസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവിടെയുള്ള ആളുകൾ കൂടി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാധ്യത ഉണ്ട്. കാരണം ഫാം ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പരിപാടിക്ക് മാത്രമല്ല, ഒരു ഫാം സ്കൂൾ എന്നുള്ള നിലയ്ക്ക് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ കൃഷിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം കൂടിയായി ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ്. അതുകൊണ്ട് RIRSന്റെ കാർഷിക സർവകലാശാലയുടെയും മുമ്പിൽ ഈ സമയത്ത് എനിക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 100 വർഷത്തോടടുക്കുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട ജലവിതരണ ശൃംഖല ഉണ്ടാക്കണമെന്ന ശാസ്ത്രജ്ഞന്മാരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വിജയകുമാർ, കൗൺസിലർമാരായ C സംഗീത, മോഹനൻ, RIRS ADR ഡോക്ടർ P രാജി, KVK മേധാവി ഡോക്ടർ സുമിയ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരിയിൽ മുരേമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 3ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശമാകുന്നു. പുരുഷന്മാർ മാത്രം കാഴ്ചക്കാരായിരുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായാണ് ചാലിശ്ശേരിയിലെ മൈതാനത്തേക്ക് കാൽപന്ത് കളി കാണാൻ ഒഴുകിയെത്തുന്നത്. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ KDS കിഴിശ്ശേരിയും
അഭിലാഷ് FC കൂപ്പൂത്തും തമ്മിൽ ഏറ്റുമുട്ടി. 1-1 എന്ന ഗോൾ നിലയിൽ സമനില പാലിച്ച മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ KDS കിഴിശ്ശേരി വിജയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ബുധനാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായികാവേശം വാനോളം ഉയരും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2025 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ടൂർണമെന്റിന് സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവേ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. പുതിയ കെട്ടിടത്തിനായി 3 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കുക എന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത്. നേരത്തെ മേലെ പട്ടാമ്പിയിലായിരുന്നു ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ കൊടലൂർ റോഡിലാണ് ഫയർ സ്റ്റേഷൻ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി 2022-23 സംസ്ഥാന ബജറ്റിൽ 3 കോടി രൂപ സർക്കാർ വകയിരുത്തിയിരുന്നു. എന്നാൽ സ്വന്തമായി സ്ഥലം ലഭ്യമാവാത്ത സാഹചര്യത്തിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടത്. നിലവിൽ പട്ടാമ്പി നഗരസഭയുടെ അധീനതയിലുള്ള പഴയ മത്സ്യ മാർക്കറ്റിലാണ് ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലം നഗരസഭ വിട്ടു നൽകിയിട്ടുമുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫയർ സ്റ്റേഷൻ കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഇതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മെയ് ആദ്യവാരം നിർമ്മാണോദ്ഘാടനം നടക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. 2016 പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. അത് പൂർത്തീകരിച്ചു. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പൂർത്തീകരിക്കുക മാത്രമല്ല, അതിനുവേണ്ടി സ്വന്തമായിട്ടുള്ള കെട്ടിടം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും 3 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം, പഴയ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് പട്ടാമ്പി, അത് മുനിസിപ്പാലിറ്റി ആ സ്ഥലം വിട്ടു തന്നു. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഫയർ സ്റ്റേഷൻ്റെ കെട്ടിടം ആരംഭിക്കുകയാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. മെയ് 2nd വീക്കോടുകൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. പട്ടാമ്പിയിൽ സ്വന്തമായ ഫയർ സ്റ്റേഷനും അതോടൊപ്പം ഫയർ സ്റ്റേഷന് സ്വന്തമായ കെട്ടിടവും എന്നുള്ള സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്ന സന്തോഷമാണ് അറിയിക്കുക. കേരള പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് മുട്ടിക്കുളങ്ങര 2ാം ബറ്റാലിയൻ പോലീസ് ക്യാമ്പിൽ വെച്ച് സംഘടിപ്പിച്ച ലോക ഭൗമ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. KAP 2nd ബറ്റാലിയൻ കമാൻഡന്റ് R. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N. ഷാജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ P. അബ്ദുള്ള പത്തംകുളം പദ്ധതി വിശദീകരണം നടത്തി. ഭൂമി വെന്തുരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആശ്രയവും അഭയവുമായി യഥാർത്ഥ അനുഗ്രഹവുമായി നമുക്ക് മുൻപിൽ തണലൊരുക്കുന്നത് മരങ്ങളാണെന്നും മരം ഒരു വരമാണെന്നും കമാൻഡന്റ് R. രാജേഷ് അഭിപ്രായപ്പെട്ടു. ഏറെ പ്രതീക്ഷകളുടെയും പ്രാർത്ഥനകളുടെയും നല്ല മണ്ണും വെള്ളവും വായുവും അന്തരീക്ഷവുമുള്ള ഭൂമി അടുത്ത തലമുറകൾക്ക് കൈമാറാൻ ഈ ദിനാചരണം പ്രചോദനമാകട്ടെ എന്നും പ്രത്യാശ പ്രകടിപ്പിച്ചതോടൊപ്പം ഇത്തരം നാടിന്റെ നന്മയ്ക്കായുള്ള കാര്യങ്ങൾ കേവലം ഉദ്ഘാടന ദിനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തുടർ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഭൗമദിനാചരണത്തിന്റെ ഭാഗമായി അങ്കുണത്തിൽ വൃക്ഷത്തൈ വെച്ചുപിടിപ്പിച്ചു. കൊടുംവേനലിൽ ദാഹിച്ചു വലയുന്ന പറവകൾക്ക് ദാഹജലം നൽകാനായി സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. ഡെപ്യൂട്ടി കമാൻഡന്റ് S. മണികണ്ഠൻ, അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ V. പ്രമോദ്, B. എഡിസൺ, S. സിനി, ഇൻസ്പെക്ടർ KM മുഹമ്മദ് അലി, ഹവിൽദാർ C. നിതിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 250 പോലീസുകാരും 50 മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളും പങ്കെടുത്തു. വല്ലപ്പുഴ പഞ്ചായത്തിൽ വിവിധ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിലെ 4 റോഡുകളുടെ നവീകരണ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് 4 റോഡുകളുടെയും പ്രവൃത്തികൾ നടക്കുന്നത്. ചേരിക്കല്ല് മാട്ടായ റോഡ്, യാറം കുത്തുകല്ല് റോഡ്, തറക്കൽപ്പടി ഇത്തപ്പടി മനക്കൽപ്പടി റോഡ്, തെങ്ങുംവളപ്പ് ഞാളച്ചിറകുളം റോഡ് എന്നീ റോഡുകളാണ് നവീകരിക്കുന്നത്. നവീകരണ പ്രവൃത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, സ്ഥിരസമിതി അധ്യക്ഷൻ CK ബാബു, വാർഡ് മെമ്പർ പറക്കാട് റഫീഖ്, ഐഷത്ത് ഷുഫൈന, P. സന്തോഷ്, P.
പി മോഹനൻ, സുദീപ് കുമാർ, നാസർ, താഹിർ, സഹീർ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. ബഡ്ജറ്റിൽ അനുവദിച്ച CMLRP മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ വല്ലപ്പുഴയിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് നമ്മുടെ ചേരിക്കല്ല് മുതൽ മാട്ടായിൽ നിന്ന് യാറം വരെ പോകുന്ന റോഡ്. ഈ റോഡിന്റെ ഈ ഘട്ടത്തിൽ ഇതിന്റെ നിർമ്മാണം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് മാട്ടായ വരെ, ചേരിക്കല്ല് മുതൽ മാട്ടായ വരെയുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മാട്ടായ മുതൽ പിന്നെ യാറം, അല്ലെങ്കിൽ യാറം മുതൽ മാട്ടായ വരെ വരുന്ന ഭാഗം MLA ഫണ്ടിൽ നേരത്തെ 25 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പിന്നെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെ വല്ലപ്പുഴ പഞ്ചായത്തിൽ CMLRP മുഖ്യമന്ത്രിയുടെ പദ്ധതിയിൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മറ്റു റോഡുകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മാണം നടക്കുന്നുണ്ട്. MLA ഫണ്ടും അതോടൊപ്പം തന്നെ മറ്റു ഫണ്ടുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ജലജീവന്റെ പദ്ധതിയിൽ റോഡ് പൊളിച്ച ഭാഗങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 6 കോടി രൂപ കൂടി വല്ലപ്പുഴ പഞ്ചായത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ജലജീവന്റേതായിട്ടുള്ള പദ്ധതിയാണ് 6 കോടി. അപ്പോൾ പൂർണ്ണമായി ഗ്രാമീണ റോഡുകൾ പടിപടിയായി നവീകരിക്കാനുള്ള ഫണ്ട് എല്ലാ പഞ്ചായത്തിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വല്ലപ്പുഴ പഞ്ചായത്തിലാണ് നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് വല്ലപ്പുഴ പഞ്ചായത്തിൽ 6 കോടി രൂപ ജലജീവന്റെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ 1 കോടി രൂപയും ഏതാണ്ട് വിവിധ ഘട്ടങ്ങളായിട്ട് 1.5 കോടിയിലധികം രൂപ MLA ഫണ്ടിലും പിന്നെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ലഭ്യമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് റോഡുകളുള്ള ഒരു പ്രദേശമാണ് വല്ലപ്പുഴ. എന്നാൽ ഈ ഫണ്ടുകളൊക്കെ തന്നെ ലഭ്യമാകുമ്പോൾ ഒരു പരിധിവരെ ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. പഴുന്നാനയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ദീർഘനാൾ ചികിത്സയിൽ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന പാർവണ ഭദ്രദീപത്തിൽ തിരി തെളിയിച്ചതോടെയാണ് ചടങ്ങിന് തുടക്കമായത്. ചൊവ്വന്നൂർ BRCക്ക് കീഴിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളായ ആർഷ, സ്നിയ മേരി, അസഫ് രാജ്, അനുശ്രീ എന്നിവർ പ്രാർത്ഥന ചൊല്ലി. തുടർന്ന് നടന്ന ചടങ്ങ് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഇതളുകൾ വിടർത്തി നിൽക്കുന്ന ഒരു ചടങ്ങാണിത്. ഓരോ ഇതളും സുഗന്ധപൂരിതമാണ്, പ്രധാനമാണ്, വർണ്ണശബളമാണ്. കുന്നംകുളത്തുകാർക്ക് ഷെയർ ആൻഡ് കെയറിനെ കുറിച്ച് എന്നെപ്പോലൊരാൾ വന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. കാര്യമായ ധനശേഖരണം കൂടാതെ അതിലെ അംഗങ്ങളുടെ തന്നെ സാമ്പത്തികമായ പങ്കാളിത്തം കൊണ്ട് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഷെയർ ആൻഡ് കെയർ, പങ്കുവെപ്പും കരുതലും തന്നെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിന്നിവിടെ പറയട്ടെ, വലിയ ആളുകളാണ് വന്നിരിക്കുന്നത്, വലിയ ആളുകളാണ് സംഘടിപ്പിക്കുന്നത്. കാരണം ഇതൊരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. ജീവകാരുണ്യ പ്രസ്ഥാനം നടത്താൻ വലിയ ആളുകൾക്കേ കഴിയൂ. വലിയ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. വലിയ ആളെയാണ് ആദരിക്കുന്നത്. ലഹരി മാഫിയകളുടെ കയ്യിലകപ്പെട്ട സമൂഹത്തെ വീണ്ടെടുക്കേണ്ടത് ഓരോ പൗരന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും ഉത്തരവാദിത്വമാണെന്ന് സമദാനി വ്യക്തമാക്കി. പക്ഷേ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും നല്ലതിനാണോ? സമൂഹത്തെ അത് എവിടെയാണ് കൊണ്ടുപോയിട്ട് ചെന്നെത്തിക്കുക? ഈ പോക്ക് പോയാൽ നാളത്തെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ എല്ലാവരും കൂട്ടായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇളം തലമുറയെപ്പറ്റി ചിന്തിക്കണം, ഗംഗമോളുടെ തലമുറയെപ്പറ്റി ചിന്തിക്കണം, അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കണം. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷനായി. സൊസൈറ്റി സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ, പ്രോഗ്രാം കൺവീനർ സിംല ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രായത്തെ വെല്ലുന്ന കലാവൈഭവത്തോടെ ഗംഗാ ശശിധരൻ തന്റെ വയലിൻ തന്ത്രികളിൽ നിന്നും ഇടതടവില്ലാതെ നാദധാര പൊഴിച്ചതോടെ കാണികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്.
2.5 മണിക്കൂറോളം നീണ്ട സംഗീത ലഹരി കുന്നംകുളത്തെ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. സമൂഹമാധ്യമങ്ങളിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന കൗമാരപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ ആദ്യമായാണ് കുന്നംകുളത്ത് അരങ്ങേറുന്നത്. വയലിൻ ഫ്യൂഷൻ പരിപാടിയുമായി സഹകരിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും മൊമന്റോ സമ്മാനിച്ചു. ചടങ്ങിൽ മീഡിയ പാർട്ണറായിരുന്ന CCTVയെ ആദരിച്ചു. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് ലോക വെറ്റിനറി ദിനാചരണത്തിന്റെ ഭാഗമായി വരവൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് ഫാം മാനേജ്മെന്റിന്റെ വിജയതന്ത്രങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സാജിദയുടെ അധ്യക്ഷതയിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല, പിലാക്കാട് ക്ഷീരസംഘ സെക്രട്ടറി ഗോപൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡെപ്യൂട്ടി മാനേജർ ഡോക്ടർ എബിൾ P വർഗീസ് ക്ലാസ് എടുത്തു. പരിപാടിയിൽ ഡോക്ടർ കാർത്തിക് കുട്ടൻ, ഡോക്ടർ സ്വാതി, ഡോക്ടർ നിർമ്മൽ എന്നിവർ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. കർഷകർക്ക് മിനറൽ മിക്സ്ചർ, പുതപ്പ് എന്നിവ നൽകി. IVA തൃശൂർ സെക്രട്ടറി ഡോക്ടർ രാമു നന്ദി പറഞ്ഞു. 60ഓളം കർഷകർ പങ്കെടുത്തു. മേഴത്തൂരിൽ 2 ദിവസത്തിലേറെയായി കിണറ്റിലകപ്പെട്ട അണലിയെ പുറത്തെടുത്തു. മേഴത്തൂർ കോടനാട് തുരുത്ത് റോഡിലെ തെക്കേപ്പുരക്കൽ ഉണ്ണിയുടെ കിണറ്റിലാണ് അണലിയെ കണ്ടത്. 2 ദിവസം കഴിഞ്ഞിട്ടും അണലിയെ പുറത്തെടുക്കാൻ സാധിക്കാത്തതിനാൽ വീട്ടുകാർ പാമ്പുപിടുത്ത വിദഗ്ധൻ സുധീഷിനെ വിവരമറിയിക്കുകയായിരുന്നു. നിറയെ വെള്ളമുള്ള കിണറിൽ നിന്നും കോരുവല ഉപയോഗിച്ച് സുരക്ഷിതമായി പാമ്പിനെ പുറത്തെടുത്തു. ചിലയിടങ്ങളിൽ ചേനത്തണ്ട് എന്ന പേരിലും അറിയപ്പെടുന്ന പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.